ഹായ്, ഞാൻ കൃഷ്ണപ്രിയ, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഹായ്, ഞാൻ ഐശ്വര്യ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ രണ്ടുപേരും Q48 ബാച്ചിലാണ് ഇവിടെ പഠിച്ചത്. ടോമിൻ സാറായിരുന്നു ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഇപ്രാവശ്യത്തെ നീറ്റ് നന്നായിട്ട് തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. നല്ലൊരു സ്കോർ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഇപ്രാവശ്യത്തെ റിസൾട്ട് വരുമ്പോൾ. ബ്രില്യൻറ്റിനെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ ഓർമ്മ വരുന്നത് ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ടോമിൻ സാറാണ്. സാറിനെ പറ്റി പറയാനാണെങ്കിൽ സാറായിരുന്നു ഞങ്ങളുടെ എല്ലാം. ഞങ്ങളുടെ ഒരു ബാക്ക് ബോൺ തന്നെ പറയാം സാറിനെ. സാറ് കുട്ടി എന്നുള്ളൊരു ഇതായിരുന്നില്ല, എനിക്ക് ശരിക്കും ഒരു ബ്രദർ ഫീലായിരുന്നു. സാറിനോട് നമുക്ക് എന്തും പറയാം, ഷെയർ ചെയ്യാം. നല്ലൊരു സപ്പോർട്ടായിരുന്നു ഓരോ വീക്കിലി എക്സാംസ് കഴിയുമ്പോഴും. മോഡൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴാണെങ്കിലും മോഡലിന് ആദ്യമൊക്കെ മാർക്ക് കുറഞ്ഞിരുന്നപ്പോൾ സാറ് ഇങ്ങനെ മുഖത്ത് നോക്കി ചോദിക്കും, എന്താ പറ്റി മോളെ, അങ്ങനെ ചോദിക്കും. അങ്ങനെ സാറിൻ്റെ ഭാഗത്തു നിന്നും കിട്ടിയ സപ്പോർട്ട് വളരെ വലുതാണ്. പിന്നെ ക്യാമ്പസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റർ ജസ്റ്റി സാറും ടോം സാറായിരുന്നു ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ്. Q ബാച്ച് ആയിരുന്നു ഞങ്ങൾ. ക്യാമ്പസിനെ പറ്റി ബാക്കി പറയാനാണ്, ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി ഇരുന്ന് പഠിക്കാനും പുറത്തിറങ്ങിയിരുന്ന് പഠിക്കാനും ഒക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ലക്ഷ ടൈമും ബ്രേക്കിനൊക്കെ ഞങ്ങൾക്ക് പാലാബേക്കോസി വരായിരുന്നു. ക്യാൻറ്റീൻ ഉണ്ട്, അല്ലാതെ തന്നെ കൂൾ ബാർ ഉണ്ട് അപ്പുറത്ത്. ഞങ്ങൾക്ക് കുറേ അഡ്വാൻറ്റേജസ് ഉണ്ടായിരുന്നു ബ്രില്യൻറ്റി വന്നതുകൊണ്ട് തന്നെ. നല്ലൊരു ക്യാമ്പസാണ്, എക്കോ ഫ്രണ്ട്ലി ആണ്. എല്ലായിടത്തും പോയിരുന്ന് ഞങ്ങൾക്ക് പുറത്തിരുന്ന് പഠിക്കാം. അത്യാവശ്യം പുറത്തിരുന്ന് പഠിക്കാവുന്ന അതൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് സാറുമാർ. കോർഡിനേറ്റേഴ്സ് ആണ് ഞങ്ങൾക്ക് ജസ്റ്റിൻ സാറും ടോം സാറും ആയിരുന്നു. വീക്കിലി എക്സാം കഴിയുമ്പോഴത്തേക്ക് കോർഡിനേറ്റേഴ്സ് ക്ലാസ്സിൽ വന്ന് റിസൾട്ട് അനാലിസിസ് നടത്തുമായിരുന്നു. A+ വന്ന് വായിക്കും, ഞങ്ങളോട് ചോദിക്കും എന്നാ പറ്റി കുറഞ്ഞു പോയാൽ, എന്നാ പറ്റി മക്കളെ, എന്താ പറ്റിയേ, ഇനിയിപ്പം ഡൗൺ ആയി പോയാൽ തന്നെയും അങ്ങനെയൊന്നും ആവണ്ട, കയറി വരും, നിങ്ങൾ വർക്ക് ചെയ്താൽ മതി, കോൺസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സപ്പോർട്ടായിരുന്നു ഞങ്ങൾക്ക് കോർഡിനേറ്റേഴ്സ്. മോഡൽ എക്സാം തുടങ്ങിയ പിന്നെ ഞങ്ങൾ രണ്ടുപേരും റെഫറൻസ് സൗകര്യം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നു. അപ്പോഴാണെങ്കിലും ഫുൾ ടൈം നമ്മുടെ ഇപ്പം രാത്രി 9 മണി വരെ 7:30 വരെ അത്രയും സമയമൊക്കെ ഞങ്ങൾ ഇരുന്നിരുന്നേ ഇവിടെ ഗേൾസിന്. അപ്പോൾ ആ ടൈമിനാണെങ്കിലും ജസ്റ്റി സാർ നമ്മുടെ കൂടെ ഉണ്ടാവും, ടോം സാർ നമ്മുടെ കൂടെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് വരും, നമ്മുടെ അടുത്ത് അന്വേഷിക്കും. അങ്ങനെ മൊത്തത്തിൽ നമുക്കൊരു നല്ലൊരു കെയർ ഇവിടെ നിന്ന് കിട്ടിയിരുന്നു. അത് വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ളൊരു കെയർ, ഫാക്കൾട്ടീസ് ആണെങ്കിലും അതെ, എപ്പോൾ കണ്ടാലും അതെ, നമ്മളുടെ അടുത്ത് നമ്മളെയൊക്കെ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വന്നു, ഒരു ചാപ്റ്റർ എടുത്തു പോയി, പക്ഷെ പുറത്ത് വെച്ച് കണ്ടാലും മോളെ എങ്ങനെയുണ്ട്, എക്സാംസ് എങ്ങനെയാണ്, അങ്ങനെയൊക്കെ ചോദിച്ച് നല്ലൊരു കെയർ ആയിരുന്നു മിസ്സുമാരുടെ നിന്ന് നമുക്ക് കിട്ടിയിരുന്നത്. മായാറാണി മിസ്സ്, റോഷ്നി മിസ്സ്, പേരെടുത്ത് പറയാനാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. എല്ലാവരെ പറ്റിയും ഓരോന്നോരോന്ന് എല്ലാ ഓർമ്മ ഒരു ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ. ഇത്രയ്ക്കാണ് ഞങ്ങളുടെ ഓർമ്മകൾ പറയാൻ തുടങ്ങിയാൽ ഒത്തിരി ഉണ്ടാവും, തീരില്ല. അതിന് മാത്രം ഓർമ്മയുണ്ട് ഒരു കൊല്ലം ഞങ്ങൾക്ക് ബ്രില്യൻറ്റ് സമ്മാനിച്ചത്. എല്ലാത്തിനും ബ്രില്യൻറ്റിനോടാണ് താങ്ക്സ് പറയാനുള്ളത്. ഞങ്ങൾ Q48 ബാച്ചിൽ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് ലക്ഷ ടൈമിനൊക്കെ പുറത്തൊക്കെ ഇറങ്ങി പബ്സ് കഴിക്കുക. ഇവിടുത്തെ പബ്സ് അതായിരുന്നു മെയിൻ. ഞങ്ങളുടെ പബ്സും ലൈവും കഴിക്കുക. പാലാബേക്സ് തുടങ്ങി പിന്നെ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. അതൊക്കെ ഒരു നല്ലൊരു ഓർമ്മകൾ തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ ക്ലാസ് റൂം. ഇവിടെ നിന്നാണ് എല്ലാത്തിനും തുടക്കം. ഈ ബെഞ്ചുകളിൽ ഇരുന്നാണ് ഞങ്ങൾ രണ്ടാളും പഠിച്ചത്. ക്ലാസ് റൂമിലേക്ക് പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ ഒരു കൊല്ലത്തെ എല്ലാ ഓർമ്മകളും കൂടെ ഞങ്ങൾക്ക് മൊത്തത്തിൽ തിരിച്ചു കിട്ടിയത് മാതിരിയാണ്. ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ലാസ്സിലിരുന്ന് പഠിച്ചതും ഞങ്ങൾക്ക് എല്ലാം നല്ല ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആയിരുന്നു പ്രൊവൈഡ് ചെയ്തത്. ഇവിടെ ഫ്രണ്ട്സ് എഴുതിയതും ടോമിൻ സാറ് വരുന്നതും വീക്കിലേക്കാണെങ്കിലും ഓരോ എക്സാം കഴിയുമ്പോഴും അതിനെപ്പറ്റി സാറ് പറയുന്നത്, അത് ഓരോ മോട്ടിവേഷൻസ് നമുക്ക് തരുന്നത്, കോർഡിനേറ്റേഴ്സ് വരും നമ്മുടെ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഇതെല്ലാതും ഇങ്ങനെ ഒരു ഫ്ലാഷ് പോലെ ഞങ്ങളുടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കണ്ണിൻ്റെ മുന്നിലൂടെ. ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ ഈ ബെഞ്ചിലിരുന്ന് വർത്താനം പറഞ്ഞതും ബ്രേക്ക് ടൈമിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നതും ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് പഠിച്ചതും എല്ലാം നല്ല നല്ല ഓർമ്മകളായിട്ടാണ് ഇപ്പം ഞങ്ങൾക്ക് മുന്നിൽ നിൽക്കണേ. ഇപ്പോൾ ടോമിൻ സാറിൻ്റെ ആണ് കൂടുതലും ക്ലാസ് റൂമിനെ പറ്റി പറയാനുള്ളത്. സാറ് ഞങ്ങൾക്ക് ഓരോ തവണയും ക്ലാസ് തീരുമ്പോഴും തുടങ്ങുമ്പോഴും എക്സാമുകൾ കഴിയുമ്പോഴും എല്ലാം ഞങ്ങൾക്ക് മോട്ടിവേഷൻ തരാറുണ്ടായിരുന്നു. പിന്നെ കോർഡിനേറ്റേഴ്സ് വന്ന് ഞങ്ങളോട് സംസാരിക്കും, റിസൾട്ട് അനാലിസിസ് നടത്തും. റൂമിനെ പറ്റി പറയാനാണെങ്കിൽ നമുക്ക് സൗണ്ട് പ്രൂഫ് ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആയിരുന്നു, ഡിജിറ്റൽ ബോർഡ് ഉണ്ടായിരുന്നു, AC ക്ലാസ് റൂംസ് ആണ് നമുക്ക്. അതുകൊണ്ട് ചൂടില്ല, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നമ്മൾ പഠിച്ചാൽ മാത്രം മതി. അതിനുള്ള എല്ലാ സംഭവവും നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. നമുക്കെല്ലാതും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ക്ലാസ്സസ് ഉണ്ട് നമുക്ക്. എല്ലാതും എന്താ പറയുക, നമ്മൾ പഠിച്ചാൽ മതി. നമുക്കിവിടെ എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ക്ലാസ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും
സ്മാർട്ട് ക്ലാസ് ആകുമ്പോൾ തന്നെ നമുക്ക് വിഷ്വൽ നമ്മൾ കണ്ടുപഠിക്കുക. കൂടുതലും കണ്ടുപഠിക്കുന്നതും കേട്ട് പഠിക്കുന്നതും കുറച്ച് ഡിഫറെൻറ്റാണ്. കണ്ടുപഠിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂടുതൽ മനസ്സിലാവും കാര്യങ്ങളെല്ലാം, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാനൊക്കെ പറ്റുമായിരുന്നു. പ്രത്യേകിച്ച് ബയോളജി എല്ലാതും നമുക്ക് കുറച്ചും കൂടി കണ്ടുപഠിച്ചിട്ടായിരുന്നു മനസ്സിലാവുന്നത്. ഇപ്പം ടീച്ചേഴ്സിനാണേലും അത് കുറച്ചുകൂടെ അവർക്കും കൂടെ എളുപ്പമായിരുന്നു. ഈ ഡിജിറ്റൽ ബോർഡും അതൊക്കെ കാണിച്ച് പഠിപ്പിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതിനേക്കാളും കൂടുതൽ അവർക്ക് ഞങ്ങൾക്ക് കാണിച്ചു തരുമ്പോഴത്തേക്കും ഞങ്ങൾക്കും പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാനും ക്യാപ്ചർ ചെയ്യാനും ഒക്കെ പെട്ടെന്ന് സാധിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്റ്റലിലേക്കൊക്കെ പെട്ടെന്ന് വന്നപ്പോഴത്തേക്ക് ഫുഡൊക്കെ ഭയങ്കര കൺസേൺ ആയിരുന്നു. ഹോസ്റ്റലിൽ വരുമ്പോൾ ഫുഡ്, വീട്ടിൽ അത് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നതാ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് എങ്ങനെ ആയിരിക്കും, നമുക്ക് പറ്റുന്ന ഫുഡായിരിക്കുമോ അറിയില്ലല്ലോ. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വീട്ടിലെ പോലെ തന്നെ ഫുഡാണ്. നമുക്ക് ഇതുവരെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. നല്ല ഫുഡാണ്. രാവിലെ ആണെന്നുണ്ടെങ്കിലും ഉച്ചയ്ക്ക് വൈകുന്നേരം നമുക്ക് ബിരിയാണിയും എല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഇല്ലാത്തതൊന്നുമില്ല. ഇവരെല്ലാം പ്രൊവൈഡ് ചെയ്തിരുന്നു. നമ്മൾ പഠിച്ചാൽ മാത്രം മതി. വേറെ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ടില്ല. എല്ലാവിധ സപ്പോർട്ടും മെൻ്റൽ സപ്പോർട്ടും അല്ലാണ്ട് എല്ലാം ഫ്രണ്ട്ലി ആയിട്ടും. ഹോസ്പിറ്റലിലെ കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്ന് വയ്യാതായി കഴിഞ്ഞാൽ നമ്മളപ്പം തന്നെ കാറ് വരും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, മരീനി കൊണ്ടുപോകും, മാമച്ചൻ ഡോക്ടറെ കാണിക്കും. അങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ പോകാണ്ടെങ്കിൽ ഇവിടെ തന്നെ അവിടെ ഡോക്ടറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. താഴെ സിക്ക് റൂമുണ്ട്. നമുക്ക് പോയി ഒന്ന് കിടക്കണമെങ്കിൽ വിശ്രമിക്കണമെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളും ഉണ്ട്. എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നല്ലതാണ് മാത്രമേ ബ്രില്യൻ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ഇതുപോലുള്ള സൗകര്യങ്ങൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയില്ല. ഇനി അങ്ങോട്ടും ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ കയറിയാലും ഇവിടെ കിട്ടിയ പോലത്തെ ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഇവിടെ കിട്ടിയ ഫെസിലിറ്റീസോ ഒന്നും ഇനി അങ്ങോട്ട് കിട്ടുമോയെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഈ ഒരു കൊല്ലം ഞങ്ങൾ ഏതായാലും മറക്കില്ല. ഞങ്ങളുടെ മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ്സിൽ ഒന്നായിരുന്നു ബ്രില്യൻ്റിലെ ഓർമ്മകൾ. ഞങ്ങൾ കഴിഞ്ഞ ഒരു കൊല്ലം നിന്ന ഹോസ്റ്റലായിരുന്നു ഇത്. എമറാൾഡിലായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റല്. ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾക്ക് 4 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഫ്ലോറിൽ, ഓരോ ഫ്ലോറിലായിട്ടും. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു ടീച്ചേഴ്സ് എല്ലാം ഞങ്ങളുടെ അടുത്ത്. നിത്യ മിസ് ആയിരുന്നു ഞങ്ങളുടെ ഫ്ലോർ വാർഡൻ. സുജാ മിസ് ആയിരുന്നു മെയിനായിട്ട് ഹോസ്റ്റലിൽ നോക്കിയിരുന്നത്. പിന്നെന്താ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഇവിടെ നിന്ന് എമറാൾഡ് നോക്കുമ്പോൾ കുറേ ഓർമ്മകൾ വരുന്നുണ്ട്. രണ്ടുപേരും പിന്നെ ഞങ്ങൾ രണ്ടുപേരും റൂംമേറ്റ്സ് ആയിട്ട് ഒരുമിച്ച് എന്താ പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തൊക്കെ പഠിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു ഈ ഹോസ്റ്റല്. പിന്നെ എ ബ്ലോക്കിന് അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നൈറ്റ് റെഫറൻസ് ഇരിക്കാനും ഒക്കെ ഒത്തിരി പറ്റിയിട്ടുണ്ട്. ജസ്റ്റിസ് സാറൊക്കെ അതിന് ഞങ്ങൾക്ക് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ പെർമിഷൻ കിട്ടി ഞങ്ങൾക്കൊരു 9:30 വരെ എമറാൾഡിലെ കുട്ടികൾക്ക് ഫ്ലോറ, ലിറ്റിൽ ഫ്ലവർ അങ്ങനെ അടുത്തുള്ള ഹോസ്റ്റലായതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും നേരം റെഫറൻസ് യൂട്ടിലൈസ് ചെയ്യായിരുന്നു. അതൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ. പിന്നെ ചൂടായപ്പോൾ സാറ് ഞങ്ങൾക്ക് AC ക്ലാസ് പ്രൊവൈഡ് ചെയ്തു. ഇവിടെയും AC ഫ്ലോർ ഉണ്ട്. അപ്പോൾ നമുക്കതൊക്കെയും എന്താ പറയുക എല്ലാ അറ്റ്മോസ്ഫിയറും നമുക്ക് സെറ്റാക്കി തന്നിരുന്നു എമറാൾഡ്. ബാക്കി ഞങ്ങളുടെ റൂമിനകത്തെ വിശേഷമൊക്കെ കാണാം. അപ്പോൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടാമത്തെ ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്ന ഒരു ഫീല് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാം നോക്കുമ്പോഴത്തേക്ക് പഴയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ ഓർക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ മിസ്സുമാരാണെങ്കിലും നമുക്ക് അത്ര സപ്പോർട്ടായിരുന്നു. സുജാ മിസ്സും ചിഞ്ചു മിസ്സും എല്ലാവരും. നിത്യ മിസ്സായിരുന്നു ഞങ്ങളുടെ ഫ്ലോർ വാർഡൻ. അപ്പോൾ എല്ലാതും ഇപ്പോൾ എന്താ പറയുക നല്ലൊരു സ്കോറൊക്കെ കിട്ടി. ഞങ്ങളിപ്പോൾ ഇവിടെ തിരിച്ചു വരുമ്പോൾ അഭിമാനത്തോടു കൂടി ഇപ്പോൾ തിരിച്ച് ഞങ്ങൾ എമറാൾഡിലേക്ക് കയറി വരുന്നത്. കുറേ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഫ്ലോറിൽ തന്നെ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറേ സപ്പോർട്ടീവ് ആയിരുന്നു. അവർ ഒന്ന് മാർക്കൊക്കെ ഡൗൺ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് നിൽക്കാനും ഒക്കെ അവർ ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സപ്പോർട്ടീവായിട്ട് ഞങ്ങളുടെ കൂടെ നിന്ന് ഓരോ തവണയും ഞങ്ങൾക്ക് മെൻറ്ററായിട്ട് കൂടെ നിന്ന് എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ തവണ റിപ്പോർട്ട് കാർഡായിട്ട് നമ്മൾ മിസ്സിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴും മിസ്സ് നമ്മുടെ അടുത്ത് സാരില്ല മോളെ അടുത്ത വർഷം നമുക്ക് കയറി വരാം, നമ്മൾ കയറി വരും, അത് കയറി വരുമ്പോൾ നമുക്ക് ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ഓരോ വാക്കും നമുക്ക് അടുത്ത എക്സാമിനോട്ടുള്ള ഒരു പുഷായിരുന്നു നമുക്ക് മിസ്സ് തന്നുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഓരോരോ ഇതൊക്കെ പറയാനാണ് എമറാൾഡിനെ പറ്റി ഞങ്ങൾക്ക് സന്തോഷം തരുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ റെഫറൻസ് സൗകര്യം, ഇവിടുത്തെ സ്റ്റഡി ഹോൾ നമ്മളെല്ലാം യൂട്ടിലൈസ് ചെയ്തിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രാത്രി പഠിക്കുന്ന ടൈപ്പായിരുന്നു. 3 മണി 2 മണി വരെ ആയിരുന്നു ഞങ്ങളുടെ ഒരു ഷെഡ്യൂള് പോയിരുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റഡി ഹോളൊക്കെ യൂസ് ചെയ്യുമായിരുന്നു. 9 മണി വരെ നൈറ്റ് റെഫറൻസും അങ്ങനെ
അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു പോയിരുന്നത്. അവിടുത്തെ റെഫറൻസ് കഴിഞ്ഞ് വന്ന് ഞങ്ങൾക്ക് ഇവിടെ നൈറ്റ് ഇരിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല, ലൈറ്റ് ഇടുന്നതിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനൊക്കെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഞങ്ങൾക്ക്. ഇതായിരുന്നു ഞങ്ങളുടെ റൂം. കഴിഞ്ഞ ഒരു കൊല്ലം ഞങ്ങൾ നിന്നിരുന്നത് ഇവിടെ ആയിരുന്നു. ഇതെന്റെ ബെഡ്, ബെഡ്. ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങളിരുന്ന് പഠിച്ചിരുന്ന സ്ഥലങ്ങൾ. വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂം. ഒരുവിധ ബഹളമോ ഒന്നും ഇല്ലായിരുന്നു, ഫുള്ളി സൈലൻ്റ് ആയിരുന്നു. നന്നായിട്ടിരുന്ന് പഠിക്കാനും ഒക്കെ ഞങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു ഈ റൂം. ക്ലാസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു റൂമും സ്റ്റഡി ഹോളും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ സ്ഥലം. കോറിഡോറിലൊക്കെ ഞങ്ങൾക്ക് പോയിരുന്ന് പഠിക്കാൻ പറ്റുമായിരുന്നു ഇടയ്ക്കൊക്കെ. അവിടെ ആണെങ്കിലും ഒരു ഡിസ്റ്റർബൻസോ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. ഫുള്ളി പീസ്ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കാനൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഞങ്ങൾക്ക് ഈ റൂമും ഈ ഹോസ്റ്റലും എല്ലാം. അപ്പോൾ ഐശ്വര്യ, കൃഷ്ണപ്രിയ, നമ്മുടെ ഒരു കൊല്ലത്തെ കഷ്ടപ്പാടിൻ്റെ ഏകദേശം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എനിക്കറിയായിരുന്നു നിങ്ങൾക്ക് ആദ്യം തന്നെ ഇത് തന്നെ ഒരു എനിക്കറിയായിരുന്നു. കാരണം നിങ്ങൾ രണ്ടുപേരും 100% അക്കാഡമിക്സിനെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പിള്ളേർ തന്നെയാണ്. അതിൽ നിങ്ങൾ ഒരു തവണ പോലും നിങ്ങൾക്ക് അതിനകത്തൊരു വിട്ടുവീഴ്ച നിങ്ങൾ വരുത്തിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം ആദ്യം മുതൽ നിങ്ങൾ ഫുൾ കഷ്ടപ്പെടുന്നവരാണ്. ഇച്ചിരി മാർക്ക് കുറയുമ്പോൾ കുറച്ച് സങ്കടപ്പെട്ടാലും അടുത്ത പരീക്ഷയ്ക്ക് വാശിക്ക് പഠിക്കുന്ന പിള്ളേരായിരുന്നു നിങ്ങൾ രണ്ടുപേരും. പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂട്ടുകാരായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യാനുള്ളത് തന്നെ നിങ്ങൾക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് സംഭവം തന്നെയായിരുന്നു. അങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇതുപോലൊരു നല്ല സുഹൃത്തുക്കളെ. നിങ്ങൾക്കത് എപ്പോഴും രണ്ടുപേരും പരസ്പരം അറിയാവുന്ന, നിങ്ങളുടെ പരസ്പരം കഷ്ടപ്പാടുകൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരൊക്കെ കിട്ടി. അത് തന്നെ നിങ്ങളുടെ ഒരു സക്സസിൻ്റെ ഏറ്റവും വലിയ ഘടകം തന്നെയാണ്. എല്ലാവർക്കും കിട്ടണമെന്നില്ല ഇത്ര നല്ല ഫ്രണ്ട്ഷിപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ. ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു മെമ്മറീസൊക്കെ കിട്ടി. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ പ്ലാൻ ചെയ്ത് നമുക്ക് അതുപോലെ റിസൾട്ടൊക്കെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പം നിങ്ങളുടെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കുള്ളത് ഒരു മെഡിക്കൽ കോളേജ് അഡ്മിഷൻ്റെ പ്രോസസ്സും അതൊക്കെ തന്നെയാണ്. അത് അതിൻ്റെ വഴിയെ സംഭവിക്കട്ടെ. ഇപ്പം നീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന പോലെ തന്നെ അത് അഡ്മിഷൻ പ്രോസസ്സ് അല്ല അതുപോലെ തന്നെ സംഭവിക്കും. ഇനി ഇതിനിടയ്ക്കുള്ളത് നമ്മുടെ വിക്ടറി ഡേ ആണ്. അപ്പോൾ വിക്ടറി ഡേക്ക് നമുക്ക് എന്തായാലും അങ്കമാലിയിൽ നടക്കുന്ന വിക്ടറി ഡേക്ക് ഡെഫിനറ്റ്ലി നമുക്കൊന്ന് കാണണം. നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ട് വന്നേ കേട്ടോ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.